ഒരു രണ്ടാംകൃതി ബഹുപദത്തിന്റെ ചിത്രരൂപം വരക്കുന്നത് എങ്ങനെ എന്ന് നാം കണ്ടു. ഇനി ഒരു രണ്ടാംകൃതി ബഹുപദത്തിന്റെ ചിത്രരൂപത്തിൽ നിന്ന് ആ ബഹുപദം കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം. ഉദാഹരണമായി ഒരു രണ്ടാംകൃതി ബഹുപദത്തിന്റെ ചിത്രമാണിത്. ഇത് ഏത് ബഹുപദത്തിന്റെ ചിത്രരൂപമാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് പി ഓഫ് എക്സ് സമം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന ബഹുപദത്തിന്റെ ചിത്രരൂപമാണ് എന്ന് കരുതുക. പി ഓഫ് 0 എന്നത് വിലങ്ങനെയുള്ള വരയിലെ 0-ത്തിൽ നിന്ന് ലംബം വരച്ചാൽ അത് ഈ വക്രത്തെ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ്. അതിനാൽ പി ഓഫ് 0 എന്നത് 6 ആണ്. എക്സിന് 0 എന്ന വില നൽകിയാൽ എ ഗുണിക്കണം 0 സ്ക്വയർ പ്ലസ് ബി ഗുണിക്കണം 0 പ്ലസ് സി സമം 6 എന്ന് കിട്ടും. അഥവാ സിയുടെ വില 6 ആണ്. പി ഓഫ് 2-ഉം പി ഓഫ് 3-ഉം 0 ആണ്. എക്സിന് 2 എന്ന വില നൽകിയാൽ എ ഗുണിക്കണം 2 സ്ക്വയർ പ്ലസ് ബി ഗുണിക്കണം 2 പ്ലസ് സി സമം 0 എന്ന് കിട്ടും. സി സമം 6 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4a പ്ലസ് 2b പ്ലസ് 6 സമം 0 എന്ന് കിട്ടും. ഇതിനെ 4a പ്ലസ് 2b സമം -6 എന്ന് എഴുതാം. ഈ സമവാക്യത്തിലെ ഓരോ പദത്തെയും 2 കൊണ്ട് ഹരിച്ചാൽ 2a പ്ലസ് b സമം -3 എന്ന് എഴുതാം. പി ഓഫ് 3-ഉം 0 ആണ്. എക്സിന് 3 എന്ന വില നൽകിയാൽ എ ഗുണിക്കണം 3 സ്ക്വയർ പ്ലസ് ബി ഗുണിക്കണം 3 പ്ലസ് സി സമം 0 എന്ന് കിട്ടും. സിയുടെ വില 6 ആയതിനാൽ 9a പ്ലസ് 3b പ്ലസ് 6 സമം 0 എന്ന് എഴുതാം. ഇതിനെ 9a പ്ലസ് 3b സമം -6 എന്ന് എഴുതാം. ഈ സമവാക്യത്തിലെ ഓരോ പദത്തെയും 3 കൊണ്ട് ഹരിച്ചാൽ 3a പ്ലസ് b സമം -2 എന്ന് എഴുതാം. ഇങ്ങനെ കിട്ടിയ രണ്ട് സമവാക്യങ്ങളെയും പരിഗണിക്കാം. അതായത് 2a പ്ലസ് b സമം -3, 3a പ്ലസ് b സമം -2. രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് ആദ്യത്തെ സമവാക്യം കുറച്ച് നോക്കാം. 3aയിൽ നിന്ന് 2a കുറച്ചാൽ a കിട്ടും. ബിയിൽ നിന്ന് b കുറച്ചാൽ അത് 0 ആകും. -2-ൽ നിന്ന് -3 കുറക്കണം. ഇതിനെ -2 പ്ലസ് 3 അഥവാ 1 എന്ന് എഴുതാം. അതായത് എയുടെ വില 1 ആണ്. എ സമം 1 എന്ന് ഈ സമവാക്യത്തിൽ നൽകിയാൽ 2 ഗുണിക്കണം 1 അഥവാ 2 പ്ലസ് ബി സമം -3 എന്ന് കിട്ടും. അതായത് ബി എന്നത് -3 -2 അഥവാ -5 ആണ്. എ 1-ഉം ബി -5-ഉം സി 6-ഉമാണ്. ഈ വിലകൾ ഇവിടെ നൽകിയാൽ ഒരു എക്സ് സ്ക്വയർ അഥവാ എക്സ് സ്ക്വയർ -5x പ്ലസ് 6 എന്ന് കിട്ടും. അതായത് പി ഓഫ് എക്സ് എന്നത് എക്സ് സ്ക്വയർ -5x പ്ലസ് 6 ആണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എക്സ് സ്ക്വയർ -5x പ്ലസ് 6 എന്ന ബഹുപദത്തിന്റെ ചിത്രരൂപമാണ് ഇത്.